ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരുപാട് പേർ ഫ്രീ ട്രാവൽ, ക്യാഷ് ബാക്ക്, റിവാർഡ്സ് എന്നിവ നേടുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരോ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടത്തിലുമാവുന്നുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്താണെന്നും അതെങ്ങനെ സ്മാർട്ടായി യൂസ് ചെയ്യണമെന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് ക്രെഡിറ്റ് കാർഡ്സ്? ക്രെഡിറ്റ് കാർഡ്സ് എന്നാൽ ബാങ്ക് നമുക്ക് തരുന്ന ഒരു ഷോർട്ട് ടേം ലോണാണ്. അതായത് നമ്മുടെ പൈസയല്ല, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാങ്കിൻ്റെ പൈസയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഫിക്സ്ഡ് ഡേറ്റ് കഴിഞ്ഞ് ബാങ്ക് ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ബാങ്കിന് റീപേ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, 1000 റുപ്പീസിൻ്റെ ഒരു പർച്ചേസിന് നാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ആ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബാങ്കാണ് ആദ്യം മെർച്ചൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുക. ശേഷം ഒരു സ്പെസിഫിക് ഡേറ്റിൽ ബാങ്ക് ഒരു ബില്ല് ജനറേറ്റ് ചെയ്യുന്നു. അതിലൊരു ഡ്യൂ ഡേറ്റ് കാണും. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ നാം പൈസ അടച്ചാൽ ബാങ്കിൻ്റെ പൈസ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഡ്യൂ ഡേറ്റ് തെറ്റിക്കുന്നവരാണ് കടക്കണിയിൽപ്പെടുക. നെക്സ്റ്റ് ഈസ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം? ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ പർച്ചേസുകൾ, ട്രാവൽ എക്സ്പെൻസുകൾ, യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്, EMI പർച്ചേസുകൾ ഇതൊക്കെ ചെയ്യാം. പക്ഷേ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ക്രെഡിറ്റ് കാർഡ് നമ്മുടെ സ്പെൻഡിങ് പവറാണ്, ഒരിക്കലും ഇൻകം റീപ്ലേസ്മെൻ്റ് അല്ല. അതുകൊണ്ട് നമ്മുടെ ഇൻകം കൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ പേ ചെയ്യണം. അടുത്തത് ക്രെഡിറ്റ് കാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമൺ ടേംസ് ആണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടേംസിനെ പറ്റി ക്ലിയർ ഐഡിയ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വിൽ ബി എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഫസ്റ്റ് വൺ ഈസ് ക്രെഡിറ്റ് ലിമിറ്റ്. ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്രൂവ് ആയാൽ ആ കാർഡിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് ആണ് ക്രെഡിറ്റ് ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ, 1 lakh ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയാൽ അതിൽ 10,000 നമ്മൾ യൂസ് ചെയ്താൽ ബാക്കി ലിമിറ്റ് ഉണ്ടാവുക 90,000 ആണ്. ആ 10,000 നമ്മൾ റീപേ ചെയ്താൽ മാത്രമേ വീണ്ടും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് 1 lakhലേക്ക് എത്തുകയുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ ഈ ക്രെഡിറ്റ് ലിമിറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ ബാങ്കിന് അതൊരു നെഗറ്റീവ് സിഗ്നലാണ്. നാം കൂടുതലായി ക്രെഡിറ്റ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊരു തോന്നലാണ് അവർക്കുണ്ടാകുക. സോ ഐഡിയലി 30-35% മാത്രം നമ്മുടെ യൂസ് നിർത്തുക. നെക്സ്റ്റ് വൺ ഈസ് ബില്ലിംഗ് സൈക്കിൾ. ബില്ലിംഗ് സൈക്കിൾ എന്നാൽ ഒരു സ്പെസിഫിക് പീരീഡിലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ഫോർ എക്സാമ്പിൾ, January 1 to 31 ആണ് നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ എങ്കിൽ ആ ഒരു സമയത്ത് നാം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്ത എക്സ്പെൻസുകളെല്ലാം നെക്സ്റ്റ് മന്ത് ബില്ലായിട്ട് വരും. അതിലൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ അടച്ചാൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ബാങ്കിൻ്റെ പൈസ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നാം ചെയ്ത എക്സ്പെൻസുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ബില്ല് ജനറേറ്റ് ആവുന്ന ഡേറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയാൽ അതിൽ നിന്ന് ടോട്ടൽ ഡ്യൂ, മിനിമം ഡ്യൂ, ഡ്യൂ ഡേറ്റ് എന്നിവയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഡ്യൂ ഡേറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിൽ ബില്ല് ജനറേറ്റ് ആയാൽ അത് ബാങ്കിലേക്ക് റീപേ ചെയ്യാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന അവസാനത്തെ ഡേറ്റാണ് ഡ്യൂ ഡേറ്റ്. ഇൻ കേസ് ഡ്യൂ ഡേറ്റ് നമുക്ക് മിസ്സായാൽ അതിന് കോൺസിക്വൻസ് ഉണ്ടാവും. അതിന് ലേറ്റ് ഫീ ഉണ്ടാവും, അടക്കാനുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന് ഡാമേജ് ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് മിനിമം ഡ്യൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ ഡ്യൂ ഉണ്ടാവും, മിനിമം ഡ്യൂ ഉണ്ടാവും. ടോട്ടൽ ഡ്യൂവിൻ്റെ 5% 10% ആയിരിക്കാം മിനിമം ഡ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു റിലീഫ് തോന്നും. പക്ഷേ അതിൻ്റെ ട്രൂത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, 10,000 ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ അതിൻ്റെ മിനിമം ഡ്യൂ ആയിട്ട് കാണിക്കുക 500 ആയിരിക്കും. ഡ്യൂ ഡേറ്റിനുള്ളിൽ നാം 500 അടച്ചാൽ പിറ്റേ ദിവസം മുതൽ ബാക്കി 9,500 ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയി തുടങ്ങും. ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിൽ ഒരു ഇയർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 35-40% ആണ്. സോ മിനിമം ഡ്യൂ അടച്ചാൽ ചിലപ്പോൾ നമ്മുടെ സിബിലിനെ എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ ഒരു സ്നോബോൾ എഫക്റ്റ് പോലെ നമ്മുടെ ഇൻട്രസ്റ്റ് കുമിഞ്ഞു കൂടും. അതൊരു ഡെറ്റ് ട്രാപ്പായി മാറും. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റുകളിലൊന്നാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ്. ഓൾമോസ്റ്റ് 45-50 ഡേയ്സ് ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ബാങ്കിൻ്റെ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, January 1 to January 31 ആണ് നിങ്ങളുടെ ബില്ലിംഗ് സൈക്കിൾ എങ്കിൽ January 1 യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് പേ ചെയ്യാൻ February 15 അല്ലെങ്കിൽ 20 വരെയൊക്കെ ഡേറ്റ് കിട്ടും. നെക്സ്റ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് വേഴ്സസ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ്. ഒരു ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്. എന്നാൽ ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞും നാം ചെയ്തിട്ടുള്ള സ്പെൻഡുകൾ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കാണിക്കും. ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ നാം പേ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് കാർഡ് എന്താണെന്നും നാം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ടേംസ് എന്താണെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്യാമെന്നും അതിൻ്റെ മാക്സിമം റിവാർഡ്സ് എങ്ങനെ കൊയ്യാമെന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സിംപ്ലിഫൈഡ്.